കഴിഞ്ഞ്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈദിൻ്റെ മുമ്പുള്ള കുറച്ച് ഒരുക്കങ്ങളും അതായത് ഈദ് രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും വളരെ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. തലേ ദിവസം രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. കാര്യം എല്ലാ തവണയും അന്നത്തെ തലേ ദിവസം തന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളും ഒരുക്കങ്ങളെല്ലാം ഞാൻ തീർക്കലുണ്ട്. പക്ഷേ ഇതിനിടയിൽ രണ്ട് റെസിപ്പി വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല, ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാര്യമായിട്ടുള്ള ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് സെറ്റാക്കാനുണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇതാ ഈ ഒരു സ്റ്റാൻഡില്ലേ, അപ്പോൾ അതിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി തുടച്ച് പ്ലാന്റൊക്കെ അങ്ങോട്ടൊക്കെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇനി സിറ്റ് ഔട്ട് ഒന്ന് കഴുകാനുണ്ട് കേട്ടോ, അടിച്ച് കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല പൊടിയുണ്ട്. അപ്പോൾ പോർച്ചും എന്തായാലും കഴുകണം. അപ്പോൾ അത് രണ്ടും കൂടെ ഒക്കെ ചെയറൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് വൈപ്പ് ചെയ്തിട്ട് തുടക്കാം, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് തട്ടൽ വീട് അങ്ങനെ മൊത്തത്തിൽ തട്ടലൊക്കെ ഞാൻ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പാർട്ടുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരുക്കാനുള്ള കാര്യങ്ങൾ അത് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടീഷനിലൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഒന്ന് അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട്. അതുപോലെ തന്നെ സെറ്റി, നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു പടി അതൊക്കെ അല്ലേ, അങ്ങനത്തതൊക്കെ തുടക്കാനുണ്ടായിരുന്നു. ചെറിയ പണികൾ, അങ്ങനെ കൂടുതലൊന്നുമല്ല എന്നാലും. ഈ ഒരു സമയത്ത് നമ്മൾ എത്ര വയ്യെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് പെരുന്നാൾ അങ്ങനത്തെ എന്തൊരു ആഘോഷമാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു അതൊരു പ്രത്യേക ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, ഒരു ഉഷാറിൽ നമ്മൾ ചെയ്യൂലേ. ശരിക്കും പറഞ്ഞാൽ ഈദിൻ്റെ അന്നത്തേനേക്കാളും, അന്ന് വേറൊരു വൈബാണ്, അന്നത്തേനേക്കാളും രസമാണ് ഈദ് രാവ് എന്ന് പറയുമ്പോൾ. തലേ ദിവസം അതിൻ്റെ പകൽ മുതൽ ആ ഒരു നമ്മൾ നോമ്പ് ആണെങ്കിൽ നോമ്പുണ്ടാവും. അപ്പോൾ ആ നോമ്പും അതുപോലെ തന്നെ അതിൻ്റെ രാത്രിയിലുള്ള വൈകുന്നേരം ഒക്കെ നമ്മൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ലേ. വീടൊരുക്കുക, അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ അത് നല്ല എനർജിയോട് കൂടി നമുക്ക് ചെയ്യാനും തോന്നും. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പെരുന്നാൾ എന്നുള്ളൊരു ഉഷാറും കാര്യങ്ങളൊക്കെ നമുക്ക് കയറി വരുന്നത് തന്നെയാണ് അല്ലേ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഉഷാറിൽ എല്ലാം ചെയ്തിങ്ങനെ പോവേ. അത് മാത്രമല്ല, എനിക്ക് ചെറിയൊരു ഷോപ്പിങ്ങും ബാക്കിയുണ്ട് കേട്ടോ. റഫീക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ, അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് അല്ല, എന്നാൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്ന് പറയില്ലേ, അതൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനുള്ള കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ എനിക്ക് ഉമ്മാക്കുള്ള നൈറ്റി എടുത്തിട്ട്, ഉമ്മാക്ക് ഉപ്പാക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല, കല്യാണിച്ചിക്കുള്ളത് എടുത്തിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതെടുക്കാനുണ്ട്. പിന്നെ എന്താ റഫീഖാൻ്റെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ എനിക്കും ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഇതൊക്കെ ഒന്ന് റഫീഖ് വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓടിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അകം തട്ടലും പെറുക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പോർച്ചും സിറ്റൗട്ടൊക്കെ കഴുകി വെള്ളമൊഴിച്ച് അടിച്ച് കഴുകിയിട്ടോ, കഴുകി വൈപ്പ് ചെയ്തിട്ട് തുടച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അകവും അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് അടിച്ച് വാരി തുടച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് സെറ്റാക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇതാന്ന് പറയുമ്പോഴത്തേക്കും പോകട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിയും കഴിഞ്ഞിട്ട് വേണം റഫീഖ് വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. ഞാൻ ഇതിൻ്റെ അന്ന് ഈ ഒരു പണിക്ക് ഞാൻ നിൽക്കൂല കേട്ടോ. കാര്യം എനിക്ക് ഇതിൻ്റെ അന്ന് കിച്ചണിലെ പണികൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മൾ ഫുഡ് മാക്സിമം സെറ്റാക്കിയിട്ട് എടുക്കുക. അതും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം ആക്കണ്ടേ. രാവിലെ തന്നെ ഒരു 8-8:30 കൂടിയിട്ട് മാക്സിമം 9 മണി, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ ആക്കണ്ടേ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് കുറച്ച് എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ കാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് ഉണ്ടാക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ അലക്കുക പിടിക്കുക കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് നാളെ കല്യാണിച്ച് വരും, അതായത് പാത്രം കഴുകാൻ അങ്ങനത്തേനൊക്കെ കല്യാണിച്ച് വരും. പക്ഷേ ഒതുക്കി പെറുക്കാൻ ഞാൻ തന്നെ ചെയ്യണ്ടേ, ഇങ്ങനത്തെ സെറ്റാക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അത് ഞാൻ ഇന്ന് എല്ലാ റൂമും ഹാളും എല്ലാം ഇന്ന് തന്നെ ചെയ്ത് വെക്കാനുണ്ട് ചെയ്യുക. എന്നാൽ നാളെ ഇതിനായിട്ട് എനിക്ക് സമയം പോകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ അങ്ങ് ചെയ്താലും പോരല്ലോ, വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ടൈമും വേണം കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അറിയാമല്ലോ, വെറുതെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് സമയം പോകില്ലേ. അപ്പോൾ പിന്നെ ഇക്കാര്യം പറയുകയും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ടൈം കാണണം. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം അകത്ത് എന്തൊക്കെ ചെയ്തു വെക്കാനുണ്ടോ അതൊക്കെ ഞാൻ ഇന്ന് തന്നെ ചെയ്തു വെക്കാനായിട്ട് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നാളെ ഇനി ഇവിടെ ഒന്നും ഒരു പരിപാടിയില്ല, കിടന്ന് ബെഡ് ജസ്റ്റ് ഒന്ന് ഞാനോ അല്ലെങ്കിൽ ചിലപ്പോൾ റഫീക്കോ ആയിരിക്കും കേട്ടോ, സമയം പോലെ അങ്ങ് റെഡി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്നൊരു മിന്നൽ അടിച്ചു വാരലും ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അകത്തേക്കൊന്നും നമ്മളത് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ടേക്കൊന്നും വേസ്റ്റും കാര്യങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുവരില്ല കേട്ടോ. പിന്നെ 2 കിച്ചൺ, വർക്ക് ഏരിയയും കിച്ചണും ജസ്റ്റ് ഒന്ന് നമ്മളെ എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സെറ്റീൻ്റെ കുഷൻ കവർ ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ നോമ്പ് പെരുന്നാളിൻ്റെ സമയത്ത് 2 സെറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ആ പെരുന്നാളിനിട്ടു, അതിൽ മറ്റേതാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, ഒരു ഓഫ് വൈറ്റ് മറ്റേതൊരു ഞാനിപ്പോൾ അഴിച്ചു മാറ്റിയത് ഒരു ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്, ഈ വെൽവെറ്റ് ആയിട്ടുള്ള. ഇതും വെൽവെറ്റ് ഒരു മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ ഒരു അതിൽ ഒരു സെൽഫ് ഡിസൈനും വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാട്ടോ വരുന്നത്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു റേറ്റ് 200 സംതിങ്ങോ അങ്ങനെ എന്തൊക്കെ ഉള്ളൂ. ഞാൻ മുന്നേ ഒക്കെ ലിങ്കൊക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ കിട്ടുകയാണ്. ഇപ്പം അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കെല്ലാം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമുക്ക് മറ്റേത് മോശമായിട്ടോ കയ്യിൽ വേറെ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ, ഇതൊരു സന്തോഷം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അത്. അതൊക്കെ ഒന്ന് ചേഞ്ചാക്കി വെക്കുമ്പോൾ നമ്മൾ ഒരുങ്ങുന്ന പോലെ തന്നെ വീടും ഒരുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം നമ്മൾ വീടും എനർജറ്റിക് ആയിട്ടിരിക്കണം, നമ്മളും എന്നാൽ തന്നെയാണ് കേട്ടോ നമ്മളും എനർജറ്റിക് ആയിരിക്കുക. അത് രണ്ടും കണക്റ്റാണ്. നമ്മൾ നല്ല ഉഷാറായിട്ടിരുന്നാലാണ് നമ്മളെ വീടും ഉണർന്നിരിക്കുക, നമ്മൾ വീട് ഉണർന്നിരുന്നാലാണ് നമ്മളും ഉണർന്നിരിക്കുക. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരുന്നാലും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളെ ചുറ്റിപ്പറ്റി ഉള്ളവരും നല്ല ഉഷാറായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ അയ്യാ വയ്യേ അല്ലെങ്കിൽ അതങ്ങനെ ഇതിങ്ങനെ എനിക്കങ്ങനെ വയ്യ എനിക്കിങ്ങനെ വയ്യ എനിക്ക് ഉണ്ടാവും. മനുഷ്യന്മാരാകുമ്പോൾ നമ്മൾ ഇരുമ്പ് കൊണ്ടൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, ഇരുമ്പ് തന്നെ നാശമാകുന്നുണ്ട്, പിന്നെ അത് ഇരുമ്പ് പിടിക്കൂലേ, അതുപോലെ തന്നെയാണ് നമുക്കും വയ്യാകിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ചെറുതൊക്കെ നമ്മളങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുക. പിന്നെ ഒക്കെ അതിൻ്റെ അതിലേക്ക് വെച്ചിട്ട് നമ്മളെ മനസ്സിലേക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഉഷാറാണ് എന്ന് മനസ്സിൽ കരുതുമ്പോൾ തന്നെ നമുക്ക് പകുതി ഉണർവും ഉഷാറൊക്കെ കിട്ടും കേട്ടോ. ഞാനങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് കേട്ടോ, എല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ലിവിങ്ങിൽ സെറ്റീൻ്റെ അവിടെയും അതുപോലെ തന്നെ ഹാളിൽ വെക്കുന്ന ഒരു വലിയ 2 പ്ലാന്റും വെച്ചിട്ടില്ല. അപ്പോൾ അത് റഫീക്ക ഏതോ ഒന്ന് വെക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് റഫീക്ക വന്നിട്ട് വെപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അതേ ബാക്കിയുള്ളൂ, ബാക്കി അകെല്ലാം സെറ്റാണ്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഏരിയ അല്ലേ, അത് ഞാൻ സെറ്റാക്കിയിട്ടില്ല. കാര്യം അത് രാത്രിയിലോ വൈകുന്നേരമോ അതിനിപ്പോൾ നിന്നാൽ പിന്നെയും ഒരുപാട് ടൈം ആവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലീനാക്കി നീറ്റാക്കി മാറ്റൊക്കെ നീറ്റാക്കി തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് പുതിയൊരു പോട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ ആ ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് മാത്രം. പിന്നെ കിച്ചൺ എപ്പോഴും നീറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് പിന്നെ നോമ്പായതുകൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. രാവിലെ ഞാൻ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി ക്ലീനാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റൊക്കെ വെച്ച് ഒന്ന് ജീവനാക്കിയെടുത്തു കിച്ചണിനെ, അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം റഫീക്ക വന്നു. എൻ്റെ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പിസ്തേൻ്റെ എസൻസ് ആണ് കേട്ടോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നമ്മളെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ്, കുറേ ഒന്നും വാങ്ങാനില്ല. പിന്നെ കുറച്ച് പച്ചക്കറി, ഉള്ളി, തക്കാളി ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിന്ദൂറിലേക്ക് വന്നു കേട്ടോ. റഫീഖാക്കും എടുക്കാനുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു ഏരിയ ആണ് കേട്ടോ ഈ നൈറ്റി എടുക്കുക എന്ന് പറയുന്നത്. ചിലർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുക്കൂലേ, ഭയങ്കര സെലക്റ്റീവായിട്ട്. എനിക്ക് അത്ര ഒരു ഇതില്ല കേട്ടോ. പക്ഷെ എടുക്കും. ഞാനിടുന്ന നൈറ്റികൾ അത് കുഴപ്പമില്ല, നല്ല തന്നെ കിട്ടും. പക്ഷെ സാധാ നൈറ്റികൾ എനിക്ക് എടുക്കാൻ വലിയ പാടാട്ടോ. തിരഞ്ഞ് അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കുള്ളതും അതുപോലെ തന്നെ കല്യാണി ചേച്ചിക്കുള്ളതും അവൻ്റെ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റഫീഖാക്കും കൂടെ ഉണ്ടേ. നിങ്ങൾ റഫീഖാക്ക് ചേർന്നെടുക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് ചേർന്നെടുക്കരുത്. നിങ്ങൾക്കെല്ലാം ചേരുന്നുണ്ട്. ഇളം കളറ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വൈകുന്നേരമായിട്ടോ തിരിച്ചെത്തിയപ്പോൾ. വേഗം വന്നത് 1-2 കാര്യങ്ങളും കൂടെ ഇനി ബാക്കിയുണ്ട്. പക്ഷേ വേഗം വന്നത് മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖാക്ക് വണ്ടി കഴുകാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ, നാളത്തേക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേഗം വന്നു. അതിൻ്റെ മുമ്പ് കഴുകി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നോമ്പുണ്ടല്ലോ, അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളാക്കാനുണ്ട്. അങ്ങനെ കുറേയൊന്നും ഇനി വാങ്ങാനില്ല. ഇങ്ങനത്തൊക്കെ നമ്മൾ വാങ്ങിച്ച്. പിന്നെ എനിക്ക് ഫാൻസി അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ടൈം ഉണ്ടെങ്കിൽ രാത്രിയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി പെരുന്നാളിൻ്റെ ആ രാത്രിയിൽ നല്ല രസമാട്ടോ. എനിക്കിഷ്ടമാണ് ടൗണിലേക്ക് പോകാൻ, ഇങ്ങനെ ഫാൻസിയൊക്കെ വാങ്ങാൻ കേട്ടോ. പണ്ടത്തെ നമ്മളെ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, ഉപ്പാനെയും കൂട്ടിയിട്ട് പെൺകുട്ടികൾ പോകുമല്ലോ ഫാൻസിയിലേക്ക്. അപ്പോൾ അത് ഓർമ്മ കേട്ടോ. ആ ഒരു വൈബ് പിടിക്കാൻ നല്ല രസമല്ലേ പെരുന്നാൾ രാവിന് നമ്മൾ ഫാൻസി കടയിലേക്ക് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ ഒരു വൈബുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശരിക്കും അതിങ്ങനെ ഓർമ്മ വരും. അപ്പം ഞാൻ വേഗം ഇനി നമുക്ക് സമയമില്ല കേട്ടോ, നോമ്പ് തുറക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അപ്പം ചൂടണ്ടേ, അതൊക്കെ വേഗം തീർത്താലാണ് രാത്രി മൈലാഞ്ചിൻ്റെ കാര്യങ്ങൾ സമാധാനത്തിലിടാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് സമയം കിടക്കാൻ വൈകും, പിന്നെ ആകെ പണി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിനുള്ള അരച്ച് വെക്കാൻ, അപ്പത്തിനുള്ളത് മാവ് അരച്ച് വെക്കട്ടെ. പച്ചരി ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഓടിച്ചൊന്ന് പറയുന്നുണ്ട്. 3/4 കിലോ 3 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കണം കേട്ടോ. കഴുകിയിട്ട് കുതിർത്തതാണ്. അപ്പോൾ അതിന്ന് പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പിലേക്ക്, അതായത് 1/4 കിലോ അളവിലേക്ക്, ഇത്ര ഞാൻ കാണിച്ചു തരാം. ഇത്ര അളവ്, ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ എന്ന് വിചാരിക്കാം. അത്രയും അളവ് തേങ്ങ എടുക്കുക. അത്രയും അളവ് തന്നെയാട്ടോ നമ്മൾ ചോറ് എടുക്കേണ്ടത്. 1 കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 3 കപ്പിലേക്കാകുമ്പോൾ 3 ഇത്ര ഇങ്ങനെ പിടിയിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ഒരു റെസിപ്പി തന്നെയാണ്. ഇനി ഞാൻ തേങ്ങ കുറച്ച് അതിലേക്ക് ഇങ്ങനെ എടുക്കുന്നത് കംപ്ലീറ്റ് ഒരു ട്രിപ്പിൽ അരക്കുന്നില്ല. അപ്പോൾ മറ്റേ അരപ്പിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ അളവ് നമ്മൾ ചോറും കൂടെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 അളവാണ്, 3 കപ്പല്ലേ. അപ്പോൾ ഇതുപോലെ 3 ഇങ്ങനെ പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാൻഡ് ഫുള്ളോ അത്ര വേണ്ട കേട്ടോ, ഹാൻഡ് ഫുള്ള് വേണ്ട. എന്താ പറയുക, ഞാൻ ആ എടുത്ത പിടി അത്ര നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ 2-3-4 ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങ വറക്കൂലേ, ആ ഒരു സമയത്താണ് ഞാൻ ജീരകം എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അതായത് 3 അച്ച് ശർക്കരയാണ്. അച്ച് എന്ന് പറയുമ്പോൾ 3 കഷ്ണം കേട്ടോ.
ഉണ്ടയാണെങ്കിൽ നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുക്കുക വലുത്. അപ്പോൾ ഞാൻ അത് ഉരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈ ഇട്ടാൽ നമുക്ക് പൊള്ളണം കൈ, ഇങ്ങനെ കൈ ഇടാൻ പറ്റരുത്, അങ്ങനത്തെ ആ ഒരു ചൂടിൽ അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഇനിയിപ്പം 1 കപ്പ് അരിയിലേക്ക് 3 അച്ച് ശർക്കരയായിട്ട് എടുക്കേണ്ട, അങ്ങനെ കണക്കാക്കിയിട്ട് എടുക്കുക. പിന്നെ മധുരത്തിനുള്ളത് എടുക്കുക, അത്രയേ ഉള്ളൂ. അരക്കാൻ പാകത്തിനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുത്തിട്ട് അരക്കുക. ഒരുപാട് അരക്കണ്ട, അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടൂല. ഫൈനായിട്ട് തന്നെ അരച്ചോ കുഴപ്പമൊന്നുമില്ല. ഇത്രയും തിക്ക് വേണ്ട കേട്ടോ, നമ്മളിതിന് ഇത് ലൂസാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഇതാ ഞാൻ 2 ട്രിപ്പായിട്ട് നമ്മളെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെക്കൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇപ്പം തന്നെ ചുടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ്, ഞാൻ അരച്ചൊന്നും വെക്കുന്നില്ല. ഇതിനി ഈ ഒരു തിക്നെസ് നോക്കിയിട്ട് നമുക്ക് വേണ്ട തിക്നെസ്സിലേക്ക് നമുക്ക് ശർക്കരപ്പാനി മധുരം നോക്കുക. എന്നിട്ട് മധുരം കുറവാണെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ കൂടുതലൊന്നുമില്ല, അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള ശർക്കരപ്പാനി എന്നെ ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും ലൂസാക്കണമെങ്കിൽ ഞാൻ ചൂടുവെള്ളം അല്ലേ, ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ, ചൂട് വേണ്ട, എന്നാൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കും ആവരുത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പൊടിച്ചു വെച്ച ഏലക്ക ഉണ്ടായിരുന്നേ, അപ്പം അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ശർക്കരയിൽ ഉപ്പിൻ്റെ ഇത് ഉണ്ടാവും, എന്നാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, നിങ്ങൾ മാവ് അരക്കുന്ന സമയത്ത് അതിലേക്ക് 2 നമ്മളെ ചെറിയ ഉള്ളി ഇല്ലേ, കൊച്ചുള്ളി, അത് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ നമ്മൾ അപ്പത്തിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് നോക്കും, നല്ലതാണ്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഉസ്താദ് പറഞ്ഞു തരുന്നതെന്ന് മാത്രം കേട്ടോ. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുക, അതാട്ടോ ഞാൻ പറഞ്ഞത്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ അപ്പത്തിന് കഴിക്കുന്ന സമയത്ത്, നല്ല ടേസ്റ്റാണ്. ഞാനിതാ നിങ്ങൾ കണ്ടോ, അപ്പച്ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചോട്ടാ, കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് തിളക്കുക, ചൂടുക, അത്ര തന്നെ. തേങ്ങ കുറച്ച് നെയ്യിലൊന്നും വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ റെഡിയായിട്ട് വറവായിട്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എള്ള്, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. തേങ്ങയൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക. കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ചുടുന്ന സമയത്ത് ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളമോ ശർക്കര പാനിയോ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ, ഇത്രയും ലൂസിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. റഫീക്ക വണ്ടി കഴുകൽ എവിടെ വരെ ആയിട്ടൊന്ന് നോക്കട്ടെ. എന്തായി കഴിഞ്ഞോന്ന് കറി കഴിഞ്ഞ് അതെന്തിനാ കഴുകുന്നത്? പെരുന്നാൾ പ്രമാണിച്ച് ഉണ്ണിയപ്പം മതിയോ നോമ്പ് തുറക്കുമ്പോൾ? ഉണ്ണിയപ്പം ചായയും പിന്നെ ദോശയും ബീഫും, ദോശയും മട്ടനും, ദോശയും മട്ടനും. ഉണ്ണിയപ്പം വേണ്ടേ? എന്താ ഞാനില്ലേ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള നിലക്കാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ പിന്നെ എന്തും കഴിക്കുമല്ലോ. അപ്പം ഞാൻ ദോശ ചുടുന്നുണ്ട്. പിന്നെ മട്ടൻ രാവിലെ പൊലച്ചയ്ക്ക് വേണ്ടിയിട്ടേ ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് മട്ടൻ ഒരു വരട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് റഫീഖ് പറഞ്ഞാൽ അത് തന്നെ മതിയെന്ന് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ചട്നി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ദോശമാവ് അരച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ചൂടാ, ബാക്കിയൊക്കെ എളുപ്പമാവുമല്ലോ, പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ സ്നാക്സ് വേണം, വേഗം തന്നെ ചായ അങ്ങ് കുടിച്ചാൽ മതി. അതായത് മെയിനായിട്ടുള്ള ഫുഡ് അങ്ങ് കഴിക്കാം. പിന്നെ ഒരു സ്നാക്സിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ണിയപ്പം കഴിക്കണമെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷേ റഫീഖാനോട് ചോദിച്ചപ്പോൾ റഫീഖ് അത് അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ. ഉണ്ണിയപ്പം കൂട്ടിയിട്ടാണ് നോമ്പ് തുറക്കാം കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ടൈമും ഇല്ല കേട്ടോ.
6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയല്ല 6:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ബ്രെഡ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോസ്റ്റ് പോലെയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വേണ്ടില്ല, ഞാൻ അപ്പം ചൂടൽ അവിടെ ആക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിലില്ലേ ഈ അപ്പം ചൂടൽ ഇപ്പോൾ ഈ പെരുന്നാളിനായതുകൊണ്ട് നമുക്ക് നാളെ പെരുന്നാളാണ് എന്തെങ്കിലും ഫിക്സ് ആണല്ലോ, അറിയാമല്ലോ. മറ്റേതാകുമ്പോൾ നമുക്ക് ചുട്ട് വെക്കാൻ പറ്റില്ലല്ലോ, ചിലപ്പം പെരുന്നാളായിട്ടില്ലെങ്കിലോ. ഇത് പിന്നെ ഞാൻ എപ്പോഴും നേരത്തെ ചുട്ട് വെക്കാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് കുറച്ച് എന്താ പറയുക ചക്കപ്പൊക്കെ ആവില്ല. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള അതായത് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഒരുക്കി വെക്കണം. അങ്ങനത്തെ നാളേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ബാക്കിയില്ലേ. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതും ഉണ്ടാവും. അങ്ങനെ പിന്നെ പെട്ടെന്ന് സമയം പോകട്ടോ. പിന്നെ മൈലാഞ്ചിക്ക് ഇടാനിരിക്കാൻ ഒരുപാട് ടൈമാവും, പിന്നെ കിടക്കാൻ അതിലേറെ ടൈമാവും. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ പരിപാടി വേഗം ഈ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇതൊക്കെ ചെയ്താലും പോരല്ലോ, ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങും കൂടെ ബാക്കിയില്ലേ. പിന്നെ എന്നല്ല നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ പിന്നെയും രണ്ടാമത് തുടങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഇന്നത്തത് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കിടക്കാനൊക്കെ പോവുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പിന്നെ ബീഫ് വെക്കാനുണ്ട്, നാളത്തേക്കുള്ള ബീഫ് അടുപ്പത്ത് വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് വേഗം അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചൊഴിച്ച് അതിൻ്റെ നേക്കിനങ്ങനെ ചുട്ടെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റഫീഖാനെ കൊണ്ടോ വാവനെ കൊണ്ടോ ഒന്നും ചുടിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഒരു നേക്കന് ഇങ്ങനെ ചുട്ടെടുക്കണം. അപ്പം നല്ല കറക്റ്റ് ഇത് കണ്ട മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെയാണ് ഇൻഷാല്ലാ ഞാൻ നോക്കട്ടെ, ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേഗം പണികളൊക്കെ തീർക്കുന്നത് ഈ ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ചുടുമ്പോൾ ഒരു നേക്കിന് നമ്മൾ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഡാർക്ക് കളർ ചേഞ്ച് ആവും, ഡാർക്കാവും, ചിലത് ലൈറ്റാവും, ചിലത് ഉള്ളിൽ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചുട്ട് നമുക്ക് തന്നെ ഒരു നേക്കുണ്ടെങ്കിൽ വേഗം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം വെച്ച് ചുട്ടെടുക്കാം. കാര്യം അതാണ് ഒരുപാട് തിക്കാക്കി എടുത്താൽ നമുക്ക് ഉള്ളു വേവൂല, അതുപോലെ തന്നെ ഹാർഡായിട്ടും പോവും. എന്നാൽ ആ ഒരു മീഡിയം ഞാനൊരു കൺസിസ്റ്റൻസി കാണിച്ചു തന്നില്ല, ആ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉള്ളിലൊക്കെ ആരെടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടോടെ എടുത്തിട്ട് മുറിച്ച് തരിക. പിന്നെ ഞാൻ ഇതൊക്കെ മറക്കൂട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർമ്മ ആകുമ്പോൾ വേഗം ഇതൊക്കെ തന്നെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. കണ്ട നല്ല ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക ഇതിനും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയ വ്യൂസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കണ്ണും പൂട്ടി ചെയ്തോ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സ്റ്റാറാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ എന്താ പറയുക ബീഫൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബീഫിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മളിവിടെ അങ്ങനെയായിട്ട് ഉണ്ടാക്കുക, ബീഫും ഉണ്ണിയപ്പമാണ് കഴിക്കുക. അപ്പോൾ പെരുന്നാളിനല്ലെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുത്തോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇനിയിപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞ് തക്ബീറൊക്കെ ചെല്ലാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ എല്ലാവരെയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യൂല. അപ്പോൾ അതിനും കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ. ഫോണൊന്നും നോക്കാൻ പിന്നെ ടൈമേ കിട്ടില്ല. പിന്നെ അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ തിരക്കിലായി പോകില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ രാവിലെ വരുന്ന തിരക്കിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇനിയൊന്ന് ടൗണിൽ പോകാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് റഫീഖാൻ്റെ ഉണ്ണിയപ്പം പറ്റില്ല എന്നുള്ള പറച്ചിൽ കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അതിനൊരു താങ്ക്സ് പറയാം ഞാൻ. കാരണം ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഈസി സംഭവമാണ് ഇത്. ഞാൻ മധുരമല്ല കേട്ടോ, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഞാൻ പിന്നീട് വേറെ ഏതെങ്കിലും വ്ളോഗിൽ ഞാനത് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റേ ഇല്ല കേട്ടോ. അടിപൊളിയായിരുന്നു. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല രസമുണ്ടായിനി. എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിച്ചതാണെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശ അപ്പം തന്നെ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശ റഫീഖ് അതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കാനിരിക്കുക. അപ്പോൾ ദോശ കുറച്ച് ചുട്ടു, ഇതാ ചുട്ടുകൊണ്ടിരിക്കുക. നമ്മളെ സാദാ നീർദോശയും പിന്നെ ഞാൻ പറഞ്ഞില്ല മട്ടൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് മാളത്താത്താനടുത്ത് പോയിട്ട് എൻ്റെ ഡ്രസ്സൊന്ന് തയ്ച്ചത് വാങ്ങിക്കൊള്ളുന്നു കേട്ടോ. നന്നായിട്ടുണ്ട് മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. നല്ല ഞാൻ വിചാരിച്ച രീതിയിലൊക്കെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു.
ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളിനൊരു ലൈറ്റൊക്കെ ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ഇട്ട അത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അവിടെ വരാ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കി. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതൊക്കെ നമുക്ക് ഈദ് വ്ളോഗിൽ കാണാം കേട്ടോ. ഇനി അതിനുശേഷം ഞാൻ ഫാൻസി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ റഫീഖയും കൂടെ വന്നതാണ്. അങ്ങനെ കുറേയൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എൻ്റെ ചുരിദാറിൻ്റെ കൂടെ അങ്ങനത്തെ ടൈപ്പ് ചുരിദാറാണല്ലോ തയ്ച്ചിടുന്നത് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് വള ഇട്ടിട്ട് പെരുന്നാളിലിങ്ങനെ പാചകമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പറ്റുന്ന ഒരു ഗ്രീൻ കളറില്ലേ, അപ്പോൾ ഗ്രീൻ കളറ് കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ്. പിന്നെ ആ ഒരു ഇങ്ങനെ ഈ ഒരു ടൈപ്പില്ലേ, ഇതും ആവശ്യമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഈദ് വ്ളോഗിൽ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. എന്താ പറയുക, കമ്മൽ, നല്ല വലിയ കമ്മലും അതുപോലെ തന്നെ റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ട്. പക്ഷെ വള വാങ്ങണോ വാങ്ങണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ആക്കി നോക്കുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആണ് ഇതൊക്കെ വരുന്നത്. 32-ാം തീയതിയൊക്കെ കൈ കിട്ടുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ വൈകിപ്പോയില്ലേ. അങ്ങനെ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പെൻഡിങ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈദ് രാവ്, അതായത് ഈദിനുള്ള ഒരുക്കങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈദ് വ്ളോഗിൽ അറിയിക്കാം. ഈദ് വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അല്ലേ